ഹായ്. വാസുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് തൃശ്ശൂർ വടക്കുംനാഥനിലെ മഹാശിവരാത്രിയെക്കുറിച്ച്. ഇന്ന് കാലത്ത് ഞങ്ങൾ ഇവിടെ അടുത്ത് മുല്ലശ്ശേരിയിലെ പറമ്പന്തള്ളി ക്ഷേത്രത്തിൽ പോയി. വൈകിട്ട് ഞങ്ങൾ പോയത് വടക്കുംനാഥനിലേക്ക് തൃശ്ശൂർ. അങ്ങനെ പോയി അകത്ത് കടന്ന മുൻവശത്ത് തന്നെ നിറയെ പറകൾ ഒരുക്കി വച്ചിരിക്കുന്നു. പറകളിൽ പല പല സാധനങ്ങൾ നിറച്ചിട്ടുണ്ട്. ലഡു, ജിലേബി, പേട, ശർക്കര, കുരുമുളക്, എള്ള്, നെല്ല്, കരിമ്പ്, അങ്ങനെ ചെറുനാരങ്ങ, അങ്ങനെ കുറേ സാധനങ്ങൾ പല പല പറകളിലായിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലമൊക്കെ പ്രദക്ഷിണം കഴിഞ്ഞ് വന്നു. എന്നിട്ട് അമ്പലം ചുറ്റി വന്ന് അപ്പോൾ സന്ധ്യയായപ്പോൾ അവിടെ വിളക്ക് വയ്ക്കേണ്ട ചുറ്റും ലക്ഷദീപങ്ങൾ കത്തിക്കുന്ന, ചുറ്റുള്ള വിളക്കുകൾ കത്തിക്കുന്ന സമയമായി. അപ്പോൾ അതിനവിടെ ഒരു വടിയമ, ഒരു പന്തം ചുറ്റിയിട്ടുള്ള കോലുകൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. നിഷ പോയിട്ട് അത് മേടിച്ചുകൊണ്ടെന്ന് ഞങ്ങളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. താഴെ നല്ല തിരക്കുണ്ട്, ചുറ്റും ആൾക്കാരുണ്ട്. കുറേ ആളുകൾ വിളക്കിൻ്റെ അടുത്ത് വരിവരിയായിട്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. കിഴക്ക് ഭാഗത്ത് വലിയ ക്യൂ ഉണ്ട് അകത്തേക്ക് കടക്കാനായിട്ട്. ഞങ്ങൾ അകത്തേക്ക് കടക്കാൻ നിന്നില്ല, പുറമെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം ആളുകളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നു. വിളക്ക് കത്തിക്കേണ്ട സമയമായി തുടങ്ങി. എല്ലാവരും ഈ ചെറിയ പന്തവും കൈപിടിച്ച് വിളക്കുകളുടെ അടുത്ത് വന്നു അത് കത്തിച്ചു തുടങ്ങി. എല്ലാവരും കത്തിക്കുന്നുണ്ട്. അതിന് നല്ല തിരക്കുണ്ട്. ചുറ്റുഭാഗത്തും പടിഞ്ഞാറ് വശത്ത് വടക്ക് ഭാഗത്തു നിന്നാണ് ആദ്യം തുടങ്ങിയത് കത്തിക്കൽ. അതവിടെ നിന്ന് ഇങ്ങനെ പിന്നെ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇടയിലിടയിൽ കത്തിച്ചു തുടങ്ങി. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് തെക്ക് ഭാഗത്ത് കത്തിച്ചു തുടങ്ങി. കൂടാതെ തെക്ക് വശത്തും കത്തിക്കുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട്. ഇത് തെക്ക് ഭാഗം, ഇത് പടിഞ്ഞാറ് ഭാഗം. ഇടത്ത് ഭാഗത്തുനിന്ന് പടിഞ്ഞാറ് ഭാഗം വടക്ക് വശം ഒരുവിധമൊക്കെ കത്തി നിറഞ്ഞ് കത്തി ഇങ്ങനെ ഇവിടെയൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന് ഞങ്ങൾ തൃശ്ശൂർ വടക്കുംനാഥനിൽ പോയി. എന്താ അവിടെ തിരക്ക്! കുട്ടികളൊക്കെ ഭയങ്കര ആഹ്ലാദത്തിലാണ് അവിടെ വന്നുള്ള കുട്ടികൾ. അതെന്നെ കാണാൻ എന്താ രസം! വിളക്ക് എത്തിക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും. അങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുവിധം വിളക്കുകളൊക്കെ കത്തിച്ച് തുടങ്ങി. ചിലർ പന്തവുമായിട്ട് വരുന്നുണ്ട്, കണ്ട കത്തിക്കാൻ വേണ്ടി വരുന്നതാണ്. തെക്ക് ഭാഗത്തുനിന്നും പടിഞ്ഞാറ് ഭാഗത്തെയും വിളക്കുകളൊക്കെ ഒരുവിധം കത്തി. എന്നാലും ഇനിയും കത്തിക്കാനുണ്ട്, ഇടയിലൊക്കെ കുറേ കത്തിക്കാനുണ്ട്. ആൾക്കാർ കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വിളക്ക് കത്തിക്കലൊക്കെ കഴിഞ്ഞ് ഇരുട്ടാകുമ്പോഴേക്കും മടങ്ങിപ്പോകാനായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വിളക്കത്തിക്കുന്ന ജിഷേനെ അങ്ങോട്ട് കിട്ടണം. വന്നു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് കിടക്കുമ്പോൾ അവിടെ പറ നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകളുടെ തിരക്ക് എന്താണെന്നൊക്കെ, എന്തൊരു ഭംഗിയാണ് എല്ലാ വിളക്കുകളും കൂടി കത്തുമ്പോൾ. ചുറ്റുഭാഗത്തും അത്യാവശ്യം പറമ്പ് നിറയെ ആളുകൾ വന്നിരിക്കുന്നുണ്ട്.
വീണ്ടും നിറച്ച പറകളൊക്കെ ഞങ്ങൾ ഒന്നുകൂടി കണ്ട് ഉണ്ട്. വലിയ വലിയായി വിളക്കുകളും പറകളും അടകലർത്തി വെച്ചിരിക്കുകയാണ്. കണ്ട് മടങ്ങി വരുമ്പോൾ അവിടെ കൂവളത്തിൻ്റെ ഇല കൊണ്ട് പറ നിറയ്ക്കുന്നത് കണ്ടപ്പോൾ ജിഷയ്ക്ക് അത് നിറയ്ക്കണമെന്ന് പറഞ്ഞു. അത് നിറയ്ക്കണമെന്നാണ് കൂവളത്തിൻ്റെ ഇല. അതുകൊണ്ട് തൊഴുത് പറ നിറച്ചു. ശരിയെന്ന് അങ്ങനെ കൂവളത്തില കൊണ്ട് നടക്കൽ പറ നിറയ്ക്കുന്ന തിരക്കാണ് അവിടെ. ധാരാളം ആളുകൾ കൂവളത്തിൻ്റെ ഇല കൊണ്ട് പറ നിറയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് കടന്നു. പുറത്തേക്ക് കടന്നപ്പോൾ അവിടെ നല്ല തിരക്കാണ്. ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ട് ഞങ്ങൾ സുഖമായിട്ട് കയറാൻ പറ്റി. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ജനങ്ങളുടെ കൂട്ടമാണ് അവിടെ. അതിന് പുറമേയുള്ള വലിയ വിളക്ക് കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു ചേട്ടൻ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ആ വലിയ വിളക്ക് മുകളിൽ നിന്ന് കത്തിച്ച് പിന്നെ ഇരുട്ടാവുന്നതിനേക്കാൾ മുമ്പേ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു.